ഹലോ എവരിവൺ, പ്രിഫേസ് സ്റ്റഡിയുടെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് +2 ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്ററായ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൻ്റെ 4ാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബി എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി ഒരു ചാർജ് ബി എന്ന വെലോസിറ്റിയിൽ പെർപെൻഡിക്കുലാർ ഡയറക്ഷനിലാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മോഷനെ പറ്റി നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചലിക്കുന്നത്? ഒരു സർക്കുലാർ പാത്തിലായിരിക്കും ചലിക്കുന്നത്. അതായത് ഒരു ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചാർജ് വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ എൻ്റർ ചെയ്യണമെങ്കിൽ അത് ഒരു സർക്കുലാർ പാത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് ട്രാവൽ ചെയ്യുന്നു. പിന്നീട് ആ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി ആ ചാർജ് ഒരു സർക്കുലാർ പാത്തിലായിരിക്കും മൂവ് ചെയ്യുന്നത്. എന്നാൽ ബി എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് വേറൊരു കേസാണ്. ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി വി വെലോസിറ്റിയിൽ ക്യൂ എന്ന് പറയുന്ന ചാർജ് എൻ്റർ ചെയ്യുകയാണ്. അവിടെ എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ്, അല്ലെങ്കിൽ ഈ ചാർജ് മൂവ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന് ചാർജ് പെർപെൻഡിക്കുലർ ആയിട്ടായിരുന്നു എൻ്റർ ചെയ്തതെങ്കിൽ ഇവിടെ ചാർജ് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ മൂവ് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. കാരണം അവിടെ നമ്മുടെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അവിടെ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫോഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരു നേരത്തെ ഫോഴ്സ് വന്നതുകൊണ്ടാണ് എന്ത് ചെയ്ത് ഇതിൻ്റെ ദിശ മാറി ഒരു സർക്കുലാർ പാത്തിലേക്ക് അത് സഞ്ചരിച്ചത്. ഈ ചാർജ് ഒരു സർക്കുലാർ പാത്തിൽ സഞ്ചരിക്കാൻ കാരണം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഫോഴ്സ് ഈ ചാർജിൽ കൊടുത്തുകൊണ്ട് മാത്രമാണ്. എന്നാൽ ഇവിടെ ഈ ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ പാരലലായിട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ ചാർജിൽ ഒരു ഫോഴ്സും ഇൻഡ്യൂസ് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ Q × V × B അഥവാ Q × VB sin തീറ്റയാണ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിയും തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് ആ ചാർജ് മൂവ് ചെയ്ത പാത്ത്. അപ്പോൾ വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ സൈൻ തീറ്റ എന്നതിൻ്റെ വാല്യൂ മൊത്തം 0 ആയിപ്പോയി. അപ്പോൾ ലോറൻസ് ഫോഴ്സ് അവിടെ 0 ആയി. അതായത് ഈ ചാർജ് ക്യൂ എന്ന് പറയുന്ന ചാർജ് ഈ വി എന്ന വെലോസിറ്റിയിൽ ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഫോഴ്സ് ഒന്നും ഉണ്ടാവുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് വരുന്ന ചാർജിന് ഒരു ഡേവിയേഷനും ഇല്ല. ഫോഴ്സ് ഉണ്ടെങ്കിലല്ലേ അതിൻ്റെ മൂവ്മെൻറ്റിന് ചേഞ്ച് വരുള്ളൂ. ഇങ്ങോട്ടോ അങ്ങോട്ടോ മാറണമെങ്കിൽ ഒരു ഫോഴ്സ് വരണം. പക്ഷെ ഫോഴ്സ് ഇവിടെ ഇല്ല. അതുകൊണ്ട് അത് വന്ന അതേ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലാർ ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതൊരു സർക്കുലാർ മോഷനിൽ പോകും. അതേസമയം ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷന് പാരലായിട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യും. സർക്കുലാർ മോഷൻ, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ നമ്മൾ ഇന്നത്തെ ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിളിലാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഏത് ഷേപ്പിലായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ് എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്തു. അവിടെ ഒരു ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇവിടെ എൻ്റർ ചെയ്യുന്നത് ഒരു തീറ്റ എന്ന് പറയുന്ന ആംഗിളിലാണ്. നേരത്തെ 90 ഡിഗ്രി അതുപോലെ 0 ഡിഗ്രി എന്നതിലാണ് പാരലൈറ്റൊക്കെയാണെന്നാണ് പറഞ്ഞത്. നമ്മൾ അതിന് ജനറലായിട്ട് ഒരു തീറ്റ ആംഗിളിൽ എന്താണ് ഈ ക്യൂ എന്ന് പറയുന്ന ചാർജ് എൻ്റർ ചെയ്യണം. അപ്പോൾ ചാർജ് ഇത് ഇങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നതെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിയും തമ്മിലുള്ള ആംഗിൾ എന്താണ്? തീറ്റ ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു വെക്ടർ ഫോം ആണ് നമുക്കറിയാലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഹോറിസോണ്ടൽ കോമ്പോണൻറ്റും അതുപോലെ വെർട്ടിക്കൽ കമ്പോണൻറ്റും ആയിട്ട് നമുക്കിതിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. തീറ്റയുടെ സ്ഥാനത്തുള്ളതിനെ കോസ് തീറ്റ എന്നുള്ള വാല്യൂ കൊടുക്കണം. അപ്പോൾ വി കോസ് തീറ്റ എന്നും വി സൈൻ തീറ്റ എന്നും നമുക്ക് രണ്ട് ഇതായിട്ട് ഈ വിയെ നമുക്ക് റിസോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തീറ്റയുടെ അതേ ഡയറക്ഷൻ ഇതാണ്. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ ആയിരിക്കുമല്ലോ. അതിൻ്റെ അതേ ഡയറക്ഷനുള്ളത് വി കോസ് തീറ്റ എന്ന് പറയും. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതിനെ വി സൈൻ തീറ്റ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ റിസോൾവ് ചെയ്തു. നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഫിഗർ നമ്മളെ മനസ്സിൽ വേണം. അതായത് ഒരു ചാർജ് പെർപെൻഡിക്കുലാർ ഡയറക്ഷനിൽ എൻ്റർ ചെയ്യുന്നെങ്കിൽ സർക്കുലാർ പാത്തിലും,
അതുപോലെ പാരലായിട്ട് സഞ്ചരിക്കുന്നെങ്കിൽ അവിടെ എന്താണ് സ്ട്രെയിറ്റ് ലൈൻ മോഷനും, പെർപെൻഡിക്കുലാർ ആണെങ്കിൽ അവിടെ സർക്കുലാർ മോഷനും, പെർപെൻഡിക്കുലാർ ആണെങ്കിൽ സർക്കുലാർ മോഷനും, പാരലൽ ആണെങ്കിൽ അവിടെ സ്ട്രെയിറ്റ് ലൈൻ മോഷനും. ഓക്കെ, അപ്പോൾ ഇവിടെ ആ രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. പെർപെൻഡിക്കുലാർ ഡയറക്ഷനിലുള്ളതുണ്ട്, അതുപോലെ എന്താണ് പാരലൽ ഡയറക്ഷനിലുള്ളതും ഉണ്ട്. വെലോസിറ്റി നോക്കുക, ഇത് പെർപെൻഡിക്കുലാർ ഡയറക്ഷൻ, ഇത് പാരലൽ ഡയറക്ഷൻ. ഏതിന്? ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ഇത് പെർപെൻഡിക്കുലാർ ആണ്, ഇത് പാരലൽ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് രണ്ട് കാര്യങ്ങൾ ഇവിടെ ഉള്ളത് കാരണം നമുക്ക് ഈ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഈ വെലോസിറ്റി, ഈ ക്യൂ എന്ന് പറയുന്ന ചാർജ് മൂവ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും? സർക്കുലാർ പാത്തിലായിരിക്കും, ഒപ്പം എന്തും കൂടെ ആയിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ മോഷനും ആയിരിക്കും. കാരണം രണ്ട് കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നമ്മൾ റിസോൾവ് ചെയ്തപ്പോൾ വി സൈൻ തീറ്റ എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു കമ്പോണന്റും, അതുപോലെ വി കോസ് തീറ്റ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടുള്ള കമ്പോണന്റുകളും ഉണ്ട്. അപ്പോൾ രണ്ട് മോഷനിൽ ഇവിടെ ഈ ചാർജ് മൂവ് ചെയ്യാം. ഒന്ന് സർക്കുലാർ മോഷൻ, രണ്ട് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. ഈ സർക്കുലാർ മോഷനും സ്ട്രെയിറ്റ് ലൈൻ മോഷനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ഷേപ്പ് കിട്ടും. നിങ്ങളൊന്ന് അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഒരു സർക്കുലാർ മോഷൻ, അതിനോടൊപ്പം സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, രണ്ടും കൂടെ കൂടിച്ചേരുമ്പോൾ ഇങ്ങനത്തെ ഒരു മോഷൻ കിട്ടും. ഓക്കെ, ഹെലിക്കൽ മോഷൻ എന്നാണ് എന്നെ പറയുന്നത്. അതായത് നമ്മുടെ സ്പ്രിങ്ങിൻ്റെ അതേ മോഡലിലായിരിക്കും ഈ ചാർജ് മൂവ് ചെയ്യുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡിൽ. ഓക്കെ, അപ്പോൾ തീറ്റ ആംഗിളിൽ വി വെലോസിറ്റിയിൽ എങ്ങനെ മൂവ് ചെയ്യും? ഒരു ഹെലിക്കൽ മോഷനിൽ മൂവ് ചെയ്യും. അപ്പോൾ നമുക്കതൊന്ന് ഇവിടെ കണ്ടു നോക്കാം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യം എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ക്യൂ എന്ന് പറയുന്ന ചാർജ് വി എന്ന വെലോസിറ്റിയിൽ ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിളിൽ ചരിഞ്ഞാണ് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ എങ്ങനെയാണ് അതിൻ്റെ പാത്ത് എന്നതാണ് ഇവിടെ പറയുന്നത്. അതിനെ നമുക്ക് രണ്ടായിട്ട് ആദ്യം റിസോൾവ് ചെയ്യാം. വി കോസ് തീറ്റ എന്നും വി സൈൻ തീറ്റ എന്നും. എന്നിട്ട് നമ്മൾ ആ പഴയ ആ കാര്യം ഒന്ന് ഓർക്കുക. എന്ന് പറയുന്ന ചാർജ് ഈ ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലാർ ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതൊരു സർക്കുലാർ പാത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഓക്കെ, പെർപെൻഡിക്കുലാർ ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതൊരു സർക്കുലാർ പാത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഇനി ഈ ചാർജ് എന്താണ് അതിൻ്റെ അതേ ഡയറക്ഷനിൽ, ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണെങ്കിൽ അതിൽ ഫോഴ്സ് ഒന്നും അതിൽ എക്സ്പ്രസ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ആ ഫോഴ്സ് ഒന്നും ഈ ക്യൂ എന്ന ചാർജിൽ ഉണ്ടാകത്തില്ല. അപ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യം വേണ്ടത് ഈ ക്യൂ എന്ന് പറഞ്ഞ ചാർജ് തീറ്റ ആംഗിളിൽ ഉണ്ടാകുമ്പോഴാണ്. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മായിരിക്കും എന്ത് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇതിൻ്റെയും സമ്മായിട്ടുള്ള ഒരു മോഷൻ ആയിരിക്കും ഈ റിസൾട്ടൻ്റ് ആയിട്ടുള്ള വി എന്ന് പറയുന്ന വെലോസിറ്റി തീറ്റ ആംഗിളിൽ മൂവ് ചെയ്യുന്ന ഈ ചാർജ് അക്യൂർ ചെയ്യുന്നത്. അപ്പോൾ അതായത് ഒരു സർക്കുലാർ മോഷനും കാണും, അതോടൊപ്പം ഒരു ഹൊറിസോണ്ടൽ മോഷനും കൂടെ കാണും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന ഒരു മോഷൻ എന്ന് പറയുന്നത് ഹെലിക്കൽ മോഷനാണ്. അതായത് സ്പ്രിങ് ടൈപ്പിലെ മോഷനാണ്. അപ്പോൾ നമുക്കതൊന്ന് കൺസിഡർ ചെയ്യാം. അത് എങ്ങനെയാണോ എന്ന് നോക്കാം. ഇതിവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഞാൻ അവിടെ ഒരു ചാർജിനെ കൊണ്ടുവന്നു. ചാർജ് ക്യൂ എന്ന് പറയുന്ന ചാർജാണ്. അപ്പോൾ ഈ ചാർജ് ഈ മാഗ്നറ്റിക് ഫീൽഡിൽ തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ എൻ്റർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്കുക അതിൻ്റെ മോഷൻ എങ്ങനെയാണെന്ന്. ഹെലിക്കൽ മോഷനാണ് അവിടെ ഉണ്ടാകുന്നത്. നോക്കുക, ഹെലിക്കൽ അതായത് സ്പ്രിങ് ആകൃതിയിലാണ് എന്ത് മൂവ് ചെയ്യുന്നത്? ഇപ്പോൾ ചാർജ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഇതിൻ്റെയും ഈ മോഷൻ്റെയും ഇതിൻ്റെ സമ്മായിട്ടായിട്ടുള്ളൊരു പാത്താണെന്ത് ഈ ഹെലിക്കൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചാർജ് ഓർക്കുക, ചാർജ് തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ, ഒരു തീറ്റ എന്ന് ഏത് ആംഗിൾ വേണോ ആയിക്കോട്ടെ, തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിളിലാണ് എന്ത് ചെയ്യുന്നത് ഇത് ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അത് ഒരു ഹെലിക്കൽ മോഷനിലായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്. നോക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു ഹെലിക്കൽ മോഷനിലായിരിക്കും എന്ത് മൂവ് ചെയ്യുന്നത്? ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ തീറ്റ ആംഗിളിൽ എൻ്റർ ചെയ്താൽ അത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ആദ്യം പഠിച്ചു ഒരു ചാർജ് പെർപെൻഡിക്കുലാർ ഡയറക്ഷനിലാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതൊരു സർക്കുലാർ മോഷനിലായിരിക്കും കിടന്ന് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതേസമയം ഒരു ചാർജ് ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണെങ്കിൽ അല്ലെങ്കിൽ പാരലായിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, അങ്ങനെയെങ്കിൽ അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. മൂന്നാമത് നമ്മളിപ്പോൾ പഠിച്ചു ഇത് ക്യൂ എന്ന് പറയുന്ന ഈ ചാർജ് തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിളിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ബിയിൽ എൻ്റർ ചെയ്യുന്നതെങ്കിൽ അത് ഒരു ഹെലിക്കൽ മോഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ രണ്ടിന് സമ്മായിട്ടുള്ള റിസൾട്ടൻ്റ് ആയിട്ട് വരുമ്പോൾ എങ്ങനെ വരും? ഹെലിക്കൽ മോഷനായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതൊരു ഹെലിക്കൽ മോഷനിൽ അതിങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബാർ ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.